മഹാഭാരത കഥ ആ ഗ്രന്ഥത്തിന്റെ പേരും നമ്മുടെ രാജ്യത്തിന്റെ പേരും ഒന്ന് തന്നെ, ഭാരതം. ആ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് മഹാഭാരതം. ഈ ഇതിഹാസങ്ങൾ നമുക്ക് തരുന്ന മഹത്തായ സന്ദേശമൊന്നും അറിയാതെ നമുക്ക് ജീവിച്ചിരിക്കാം, വലിയ സ്ഥാനത്തെത്താം. എനിക്കൊരു സൽഗുണമോ ദുർഗുണമോ ഉണ്ട്. ആരെ കിട്ടിയാലും ഞാൻ വർത്തമാനം പറയില്ല. ഞാൻ അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് അവരോട് ചോദിക്കും. ഈ ചോദ്യം ചോദിക്കുന്നത് എന്തിനാച്ചാൽ ഒരു വ്യക്തി പ്രതിനിധാനം ചെയ്യുന്നത് പതിനായിരങ്ങളെയാണ്. നമ്മൾ പറയാറില്ല ആ നാട്ടുകാരൊക്കെ ഒന്നും അയാളെ കണ്ടുകൂടാ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച ആ വ്യക്തി എന്ത് പറഞ്ഞു എന്നുള്ള നമുക്ക് സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരാണെങ്കിൽ അവരുടെ പ്രായത്തിലുള്ളവരൊക്കെ ചിന്തിക്കുന്ന ഇങ്ങനെയല്ലേ. അപ്പൊ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൈ കിട്ടി, അമ്മയൊക്കെ ഇരിപ്പുണ്ട്, എന്റെ ഭാര്യ കുട്ടിയുടെ അമ്മോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പല കാര്യം ചോദിച്ചു, ഏതിനൊക്കെയാ പഠിക്കണേ, എന്താണ് ഭാവി, എത്ര ഉറപ്പ് ശമ്പളം കിട്ടണമെന്നാണ് ആഗ്രഹം, 1 ലക്ഷം മതിയോ? നമുക്ക് 1 ലക്ഷം പോരാ. നമ്മുടെയൊക്കെ വിചാരം ഞാനൊക്കെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. ഒരു 1.5 ലക്ഷമെങ്കിലും ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനത്തെ മാനസികാവസ്ഥയാണ്. പഠിക്കുന്ന കുട്ടിയാണ്. പല ചോദ്യത്തിന്റെ ഇടയ്ക്ക് എന്റെ ഒരു ചോദ്യമാണ്, രാമായണം വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കഥ എന്താണെന്നൊരു ഏകദേശം വായിച്ചിട്ടില്ലെങ്കിൽ അറിയോ? അതിന്റെ കഥ എന്താന്ന് എനിക്കറിയില്ല. അത് ശരി. അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. നാളെ ഉന്നത സ്ഥാനത്ത് എത്തും, ഈ കുട്ടി അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യും. സത്യമാണ്. ശ്രീരാമനെ കേട്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണനും കേട്ടിട്ടുണ്ട്. ഈ ശ്രീരാമൻ രാവണന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? ശ്രീരാമൻ രാവണന്റെ ഭാര്യയെ ഒന്നും അറിയില്ല കുട്ടിക്ക്. ഇതൊന്നും കുറവാണെന്ന് പറയുന്നില്ല, പക്ഷേ മൗലികമായ കുറെ കാര്യങ്ങൾ നാം അറിയേണ്ടത് ജീവിതത്തിൽ ആവശ്യം. നമ്മുടെ ജീവിതത്തില് വാർദ്ധക്യത്തിലും യൗവനത്തിലും അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കില്ലെന്ന്. മഹാഭാരതത്തിലെ ചില സന്ദർഭങ്ങള് നാം വായിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകും. കഥാപാത്രങ്ങൾ നമ്മൾ തന്നെയാണ്. കർണനും അർജുനനും തമ്മിൽ യുദ്ധം. കർണൻ അറിയാം ഒന്ന് സഹോദരനാണ്. ആ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. കർണൻ അറിയാം, എന്നാൽ ഇപ്പുറത്തെ അർജുനൻ അറിഞ്ഞുകൂടാ അത് ജ്യേഷ്ഠനാണ്. അമ്മ ചെയ്ത വലിയൊരു കാര്യം കുട്ടിയായിരിക്കുമ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തു. ഒടുവില് ഈ അമ്മ എന്നെ കർണനോട് എന്റെ മക്കളെ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞു. ആ മാനസിക സംഘർഷം ഒന്ന് ചിന്തിക്കുക. ഇതിന് തത്തുല്യമായുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. കർണൻ എന്ന പേരിൽ തമിഴിൽ ഒരു സിനിമ വന്നത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, പട്ടാമ്പി അലക്സ് ടാക്കീസ്. അതിൽ ശിവാജി ഗണേശനാണ് കർണനായിട്ട് അഭിനയിച്ചത്. വളരെ ഭംഗിയായിരുന്നു ആ മാനസിക സംഘർഷത്തെ അഭിനയിച്ചു പഠിപ്പിക്കുന്നത്. തന്നെ തട്ടിയടങ്ങുമെന്നും പറഞ്ഞിട്ട് അർജുനൻ എന്ന് പറഞ്ഞാൽ ആർജവമുള്ളവൻ. അർജുനൻ മനോമയ കോശം. നമ്മുടെ മനോമയ കോശം പ്രകൃതിയിലത്തെ സകലത്തിനും നമ്മൾ നശിപ്പിക്കണം എന്ന് പറയും. കാരണം നമ്മുടെ സുഖത്തിനല്ലേ. ഈ 5 പേർക്ക് മുമ്പേ ഉണ്ടായ പ്രകൃതിയെയാണ് കർണൻ റെപ്രസെന്റ് ചെയ്യുന്നത്.
പ്രകൃതിക്ക് ഇപ്പോഴും നമ്മളോടൊരു സ്നേഹമുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും 5 മക്കളുണ്ടാവും. ആകാശതത്വം, വായുതത്വം, അഗ്നിതത്വം, ജലതത്വം, ഭൂമിതത്വം, പ്രകൃതി എല്ലാം കൂടി ചേർന്നു. ഇതിന്റെ കഥാരൂപമാണത്. ഞാനും അർജുനനും കൂടി ഉണ്ടാവില്ല, ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ. അർജുനൻ എന്ന് പറഞ്ഞാൽ മനസ്സ്. യുദ്ധം തുടങ്ങിയിട്ട് ഏറ്റവും ശോഭിച്ചിട്ട് യുദ്ധം തുടങ്ങിയ സമയത്ത് കർണന്റെ രഥത്തിനെ മുഴുവൻ പൊട്ടിത്തെറിച്ച് അകലേക്ക് തെറിപ്പിക്കാൻ അർജുനന് കഴിഞ്ഞു. കൃഷ്ണനാണ് തേര് തെളിയിക്കുന്നത്. കൃഷ്ണൻ ഓക്കെ പറഞ്ഞു, വേണമെങ്കിൽ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ സമയത്ത് കർണൻ ഒറ്റയ്ക്കായി. തുടർന്നുള്ള കാര്യം ഞാൻ തന്നെ രഞ്ജമീയത്തിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ വിഷയമേ അല്ല. കർണന്റെ ശക്തി കൊണ്ട്, ഒരസ്ത്രം കൊണ്ട് കൃഷ്ണനും അർജുനനും കൂടി ഇരിക്കുന്ന രഥത്തെ എത്രയോ കിലോമീറ്റർ പുറകോട്ടങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞു. റിവേഴ്സ് എടുപ്പിച്ചു. അർജുനന് വല്ലാത്ത വിഷമവും സങ്കടവും ഒക്കെ തോന്നി. കൃഷ്ണൻ അവിടുന്ന് കർണനോട്, അടിപൊളിയായിട്ടുണ്ട് കർണ, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ സൂപ്പർ. കർണന്റെ കഴിവിനെ അഭിനന്ദിച്ചു. ഇത് അർജുനന് ഭയങ്കര വിഷമായി. നമ്മുടെ കാർ ഡ്രൈവർ, ആ ഡ്രൈവർ നമുക്ക് എതിരായിട്ട് പറഞ്ഞാലോ നമുക്കിഷ്ടാവോ? വളരെ മൂഡൌട്ടായി. ആ മൂഡൌട്ടാവലൊക്കെ ഈ കഥയിൽ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പരമാത്മാവായ കൃഷ്ണൻ അറിയാം. പ്രകൃതി വളരെ വലിയ കളി കളിക്കും. പരമാത്മാവ് നമ്മളെ വിഷമിപ്പിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമുക്ക് എതിരായിട്ട് സംസാരിക്കും. കുടുംബാംഗങ്ങൾ നമുക്ക് അനുകൂലമായി പറയണ്ടോനെ അനക്കത് വേണ്ടെന്നൊക്കെ പറയും. കർണനെ അഭിനന്ദിച്ചതിന് ശേഷം ആദ്യം കുറച്ചു നേരത്തേക്ക് മിണ്ടിയില്ല, മൂഡൌട്ടായി. എന്താ അർജുന ഒരു അല്ല, കൃഷ്ണൻ എന്റെ ശത്രുവിനെയും അഭിനന്ദിച്ചല്ലോ. മറുപടി പറഞ്ഞു, ഞാൻ അർജുനനെ അഭിനന്ദിച്ചാ മറന്നോ? അത് പോയില്ലേ. കർണന്റെ രഥത്തിനെ ആകെ തകർത്തപ്പോ സൂപ്പർ, പുതിയ ഭാഷയെ പറഞ്ഞാൽ കിടു എന്നാണ്. ചെറുപ്പക്കാര് പറഞ്ഞു തന്നാണ് ഭാഷ. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, എങ്ങനെയുണ്ട്? കിടു. അവരുടെ ചില പെർഫോമൻസ് കണ്ടാൽ ഞാൻ കമന്റ് എഴുതാറുണ്ട് അതിന്റെ താഴെ, കിടു. ഇതുപോലെ അത് കിടു ആവുമ്പോ ഇതും കിടുവല്ലേ. പരമാത്മാവായിട്ടുള്ള കൃഷ്ണന് അർജുനനെ പോലെ തന്നെയല്ലേ കർണനും? ഇത് ആലോചിക്കണ്ടേ? അതും അഭിനന്ദിച്ചു. എന്തു സംഭവിക്കണമോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അതാണ് കൃഷ്ണന്റെ മഹാത്മ്യം. അഭിമന്യുകുമാരൻ മരിച്ചു പോയപ്പോ എല്ലാവരും കൂടി ചീത്ത പറഞ്ഞപ്പോ കൃഷ്ണൻ കേട്ടുകൊണ്ടൊന്നില്ലേ? ബന്ധുക്കളൊക്കെ ചോദിച്ചത് നിന്നെ എന്തിനു കൊള്ളാടാ? ഒരു മരമുള്ള ആ മരം ഇങ്ങനെ അബദ്ധത്തിൽപ്പെട്ട് മരിക്കുമ്പോ
വലിയ വർത്താനം പറഞ്ഞൊരു പ്രമാണിയായിട്ട് നടക്കുകയാണ്. എന്തിനു കൊള്ളാന്ന് വെച്ചപ്പോ കൃഷ്ണന് മാറ്റമില്ല, ഈ പറഞ്ഞവരോട് വിരോധമില്ല. ഒരു വരിയാണ് പറയുന്നത്, സത്യത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിക്കുന്നു. വളരെ വലിയ അർത്ഥം ഉള്ള വരികളാണ്. മഹാഭാരതം വായിക്കണം, നമ്മളെ സ്വാധീനിക്കണം. നമുക്കൊരു ആപത്ത് വരുമ്പോൾ ഈ വരി നാം ഓർമ്മിക്കണം. പരീക്ഷയ്ക്ക് ഇതൊന്നും ചോദിക്കണ്ടാവില്ല, ഇന്റർവ്യൂവിന് ചോദിക്കുന്നതല്ല, 1.5 ലക്ഷം റുപ്യ ശമ്പളം കിട്ടാനും ഇതെല്ലാം ചോദിക്കുക, അത് വേറെ കാര്യം. പക്ഷെ ജീവിതത്തിലെ കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി. കൃഷ്ണന് അങ്ങനെ ഒരു സൈഡൊന്നുമില്ല. വേട്ടമൃഗങ്ങൾ ഓടിപ്പോയി രക്ഷപ്പെട്ടു, ദൈവം എന്നെ സഹായിച്ചില്ല. എന്താ കാരണം? ആ ഓടിപ്പോയി. ദൈവത്തിന്റെ കണ്ണില് ആ വേട്ടമൃഗവും അമ്പയ്യാൻ പോകുന്ന ഒരേ മാതിരിയാണ്. ചിലപ്പോ മൃഗം ചത്തുപോകും, പക്ഷെ അത് വാസ്തവത്തിൽ എന്ത് സംഭവിക്കണമോ അത് സംഭവിക്കുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഭാരതത്തിലെ ചെറിയൊരു കാര്യം വരെ ഇത്രയും നമുക്ക് ആവർത്തി ചിന്തിക്കാൻ വക നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.